ഈ ഒരു സീസൺ നമ്പർ കേക്കിന്റെ സീസൺ ആണോ നല്ല സംശയം കേട്ടോ. എനിക്ക് അടുത്തിടെയായിട്ട് നമ്പർ കേക്കിന്റെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോന്ന് അറിയില്ല ഏത് നമ്പറാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒട്ടും സംശയിക്കേണ്ട, ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്കാട്ടോ. ഞാൻ നമ്പർ 3യുടെ കേക്ക് ചെയ്യണ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കേക്ക് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ചതാണ്. അതുപോലെ തന്നെ നമ്പർ 1 എന്നുള്ള കേക്ക് ചെയ്തു തരുമെന്ന് ഓർഡർ വരുന്നു, ഒന്നും നോക്കാതെ ഓർഡർ എടുക്കും. പിന്നെ ഇങ്ങനെ ചെയ്തല്ലേ പഠിക്കണത്. ആദ്യം വരുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. അതിന്റെ ഒരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കേക്കിൽ നിന്ന്. ഇപ്പോൾ ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കാണുന്നവർക്ക് തോന്നും നല്ല പെർഫെക്ഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എത്ര അടിപൊളിയായിട്ടൊക്കെ കട്ട് ചെയ്യും. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നൊക്കെ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചും പോയി. ആ ഒരു ഓവർ കോൺഫിഡൻസിന്റെ പുറത്താന്ന് തോന്നുന്നു കിട്ടിയ പണി വഴിയെ തന്നെ നിങ്ങൾക്ക് കാണാം. അതായത് ഈ ഒന്നുള്ള സാധനത്തിന് ഏറ്റവും ടോപ്പ് പോർഷനിലായിട്ട് ചെറിയൊരു പോർഷൻ മുമ്പിലോട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കും. ഫുള്ള് കോട്ട് ചെയ്യണതിന് മുമ്പൊക്കെ സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിന്നു. അതിന്റെ ഇടയിൽ ആസ് യൂഷ്വൽ ഞാൻ കേക്കിന്റെ വെയിറ്റും ഒന്ന് നോക്കി. ഒരു 934 ഗ്രാം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 200 ഗ്രാമിന്റെ അടുത്ത് നമ്മുടെ കേക്കിന്റെ ബേസിന്റെ വെയിറ്റ് പോകും. ഒരു 700 ഗ്രാം അല്ലേ കേക്കിന് വരുന്നുള്ളൂ. ഒരു 1 kg കേക്കാലോ ഓർഡർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് കട്ട് ചെയ്തെടുത്ത ഈ പീസൊക്കെ ഏത് കേക്കിന്റെ മുകളിലായി വെക്കണേന്ന് വെച്ചാൽ അവർ ആ ഒരു 1 kg കേക്കിന്റെ കൊടുത്ത് തന്നെ ഒരു 1/2 kg കേക്കിന്റെ പേസ്ട്രീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു 16 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേസ്ട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പേസ്ട്രി കേക്കിന് തീരെ സൈസിലല്ലോ എന്നുള്ളൊരു വിഷമം ഭയങ്കരമായിട്ട് എന്നെ അലട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു പഠിച്ചോ ഇങ്ങനെ ഒരു പണി എനിക്ക് ഒരിക്കലും പണിയല്ലാട്ട. ആ ഒരു ഫ്ലോക്ക് അങ്ങോട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കിട്ടിയതുകൊണ്ട് എൻ്റെ ആ ഒരു വിഷമം അങ്ങോട്ട് തീർന്ന് കിട്ടിയില്ല. പിന്നെ ആ പീസ് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഒപ്പിക്കാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ പീസിനെ വീണ്ടും ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് വെച്ചപ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് കേക്കിന് ഒരു പീസാക്കി ഒരു ബേസ് ഒക്കെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. നമ്മൾ സൈസ് ചെറുതാലോ എന്ന് വിചാരിച്ചിരുന്ന പേസ്ട്രി കേക്കിന് അത്യാവശ്യം നല്ല സൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പേസ്ട്രി കേക്കിനെ ഞാൻ ഒരു തവണ ഫുള്ളായിട്ട് കോട്ട് ചെയ്തൊക്കെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ കേക്ക് മുകളിലിട്ട് വെക്കേണ്ടി വന്നത്. അപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ ഫുള്ളായിട്ട് കോട്ട് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മെയിൻ കേക്കിനുള്ള പണിയിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് 8ന്റെ പണി കിട്ടിയത്. ഈ കേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തിൽ നിന്നുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ആ ഒരു തള്ളി നിൽക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് നമുക്ക് വണ്ണാൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ആ ഒരു പോർഷൻ, ആ പോർഷൻ എവിടെ പോയി അത് ഞാനിങ്ങനെ കുറേ ആലോചിച്ചു. കാരണം ഓൾറെഡി നമുക്ക് ഇങ്ങനത്തെ പല കോർണറും കാര്യങ്ങളൊക്കെ വരുന്ന കേക്ക് ആയതുകൊണ്ട് ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ കുറേ സമയം എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് ആ ഒരു പീസ് അങ്ങോട്ട് മൂടിപ്പോയി. ഞാൻ അറിഞ്ഞേ ഇല്ല. ലാസ്റ്റ് ഫൈനൽ ലുക്ക് കണ്ടപ്പോഴാണ് ഇത് ഒന്നാണോ എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ഈ കാണുന്ന രീതിക്കൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഡെക്കറേഷൻ ചെയ്തെടുത്തു. അതായത് ഒരു റെഫറൻസ് പിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം അതേപോലെ തന്നെയാട്ടോ ഞാൻ ചെയ്തെടുത്തത്. പിന്നെ അത് തീരെ വണ്ണായിട്ട് തോന്നൂല എന്ന് എനിക്ക് തോന്നിയ ആ നിമിഷത്തിൽ ഞാനത് നന്നായിട്ട് അഴിച്ചു പണിതിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഴിച്ചു പണിത് എന്തൊക്കെയോ കാണിച്ച ഒരു ചെറിയൊരു കോർണർ ഞാൻ അവിടെ വരുത്തിച്ചു. അങ്ങനെ ഈ കേക്കിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സമയം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത ഒരു ഫിനിഷിംഗ് കേക്കിൽ വന്നില്ല എന്ന് മാത്രം എന്തായാലും ഒന്നായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാൻ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നമുക്ക് പേസ്ട്രീസിലേക്ക് വരാം. പേസ്ട്രീസ് ഒരു 1/2 kg കേക്ക് പേസ്ട്രി ആയിരുന്നു. അതിനൊരു 16 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനായിരുന്നു പറഞ്ഞു. അവർക്കത് നെയ്ബേഴ്സിനൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പറഞ്ഞത്. എന്തായാലും നമ്മളും ഹാപ്പി, കസ്റ്റമറും ഹാപ്പി. അപ്പോൾ കേക്ക് എങ്ങനെയുണ്ടെന്ന് കാണുന്നവരൊന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ.